നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് സെഗ്മെൻറ്റ്സ് ആയിട്ട് കുറച്ച് ഗോൾഡ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ചേർത്തല ഹാപ്പി ഗോൾഡൻ ഡയമണ്ട്സിലെ. സോ ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും അതുപോലെ തന്നെ കുറച്ച് ഹെവി കളക്ഷൻസും ഒക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. സോ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മളുടെ ചേർത്തല ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കൊച്ചു കുട്ടികൾക്കുള്ള 28 കെട്ടിനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു പവൻ്റെ ഒരു സെറ്റ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ? ഡീറ്റെയിൽസിലേക്ക് പോകാം അല്ലേ? നമുക്കിത് ഈ കാണുന്ന ഐറ്റംസാണ്. അതായത് ഒരു പവനിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 28-56 ചടങ്ങ് ടൈമിനൊക്കെ ഹോസ്പിറ്റൽ ചിലവ് തന്നെ അത്യാവശ്യം നല്ല കാര്യമായ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണക്കാരൻ്റെ കാര്യമാണ് ചിന്തിക്കുന്നത്. അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തുക എന്നുള്ള ഒരു മൈൻഡാണ്. അപ്പോൾ നമുക്ക് ഒരു പവനിൽ എല്ലാ സെറ്റും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് അരഞ്ഞാണം വരുന്നുണ്ട്. അത് വെറും 1 ഗ്രാം 800 മില്ലിയുടെ അരഞ്ഞാണമാണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1950 തള വരുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ ലോക്കറ്റ്, അത് മാലയുടെ കൂടെ, മാല ഗാംഗുലി ചെയിനാണ്, മാലയുടെ കൂടെ തന്നെ ഒരു ചെറിയ ലോക്കറ്റ്, അതുപോലെ തന്നെ ഒരു വളയും കൂടി ഇട്ട് നമ്മളൊരു കൊച്ചിന് വേണ്ട എല്ലാ സെറ്റാക്കിയിട്ട് നമ്മൾ അത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഒരു പവനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം. എനിക്ക് തോന്നുന്നു വേറെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ചെറിയൊരു രീതിയിൽ നല്ല പൊലിമയിൽ തന്നെ നല്ലൊരു സെറ്റ്. അതെ അതെ, നമ്മൾ മാക്സിമം അങ്ങനെ ഒരു സെറ്റ് കൊടുക്കുമ്പോൾ അവരും ഹാപ്പി ആയിട്ട്. തീർച്ചയായിട്ടും ഒരു കൊച്ചു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു ദിവസമാണ് അല്ലേ? 28 അതാണ് മെയിൻ ആയിട്ട്. അതെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പവന്റെ സെറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു പവനിൽ വരുന്ന ഒരു സെറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. സോ നമ്മൾ അതിനകത്ത് കമ്മലുണ്ട്, മോതിരമുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, പാദസരമുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ചേട്ടൻ പറഞ്ഞുതരും. നമുക്കിപ്പം ഒരു ലേഡിക്ക് ഇപ്പം, അതായത് കോളേജിൽ പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലി ഉള്ളവരായിക്കോട്ടെ, എല്ലാവരും ഇപ്പം ഈ പറഞ്ഞ പോലെ നൈസായിട്ട് ഉപയോഗിക്കുന്ന, വളരെ നൈസായിട്ടൊരു മാല, നൈസായിട്ട് ഒരു കമ്മലാണെങ്കിലും മോതിരമാണെങ്കിലും അതുപോലെ പാദസരമാണെങ്കിലും എല്ലാം നൈസാണ് എല്ലാവർക്കും ആവശ്യം. അപ്പോൾ നൈസായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അധികം വെയിറ്റ് ഉള്ളതൊന്നും ഇപ്പോഴുള്ള പിള്ളേർ ആരും ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു പവനിൽ നമുക്ക് ഈ പറഞ്ഞ ഐറ്റം എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു മാല, അതിൽ തന്നെ ചെറിയ ലോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നെക്ലേസ് ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മാലയും ഒരു ചെറിയ ഒരു ലോക്കറ്റും കൂടി വരുന്ന, ഒരു ഹാർട്ടിൻ്റെ ലോക്കറ്റും കൂടി വരുന്ന, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് 2 ഗ്രാമേ വരുന്നുള്ളൂ. അപ്പോൾ 2 ഗ്രാമിൽ ഒരെണ്ണവും പിന്നെ ഒരു ലോക്കറ്റും കൂടി വരുമ്പോൾ ഒരു 500 മില്ലിയുടെ ഒരു ലോക്കറ്റും കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൈച്ചയും വരുന്നുണ്ട്. ഇതെല്ലാം ഒരു പവനിലാണ്. ഒരു പവൻ്റെ ഒരു ഐറ്റത്തിൽ നമുക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്തേക്കുന്നത്. ഇതിപ്പം അഡ്ജസ്റ്റബിളാണ്, 2 ഗ്രാമിൻ്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ. അതായത് ഇട്ടതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എത്ര കൈയുടെ വലിപ്പം ഉണ്ടെങ്കിലും അല്ല വലിപ്പം കുറവാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. അങ്ങനത്തെ ഒരു മോഡലാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വരുന്നത് മോതിരമാണ്, റിങ്. ഒരു 500 മില്ലിയുടെ റിങ്ങാണ് കേട്ടോ. ഞാനിതിപ്പോൾ 500 മില്ലിയുടെ റിങ്ങാണ് എടുത്തേക്കുന്നത്. ഇതല്ല, വേറെ ഐറ്റം വേണമെങ്കിൽ വേറെ ഐറ്റം ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൈച്ചെയിനാണെങ്കിലും വേറെ കൈച്ചെയിൻ നോക്കണമെങ്കിൽ അങ്ങനെയുണ്ട്. ഞാനിപ്പം എൻ്റെ ഒരു സെലക്ഷൻ ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ. റിങ്ങിൻ്റെ ആണെങ്കിൽ ഇതുപോലെ തന്നെ വേറെ റിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ കാണിച്ചതേ ഉള്ളൂ ജസ്റ്റ്. അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു കമ്മൽ, ജസ്റ്റ് സ്റ്റഡ് മോഡലാണ്, ഡ്രോപ്സ് അല്ല. ഇനി നിങ്ങൾക്ക് ഡ്രോപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡ്രോപ്സ് ആയിട്ടുള്ളതും എടുക്കാം. ഞാൻ ജസ്റ്റ് ഇത് എടുത്തതേ ഉള്ളൂ, ഒരു ഉദ്ദേശം വെച്ച് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും. ഇതെല്ലാം കൂടി ഒരു പവനിൽ ഇത്രയും ഐറ്റം, അതായത് 1, 2, 3, 4, 5, 6 ഐറ്റം നിങ്ങൾക്ക് ഒരു പവനിൽ എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സെലക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ തന്നെ പാറ്റേണാണ് ഞാൻ കുറച്ച് മുമ്പ് ഒരു അരഞ്ഞാണത്തിൻ്റെ കാണിച്ചത്. അപ്പം ഓരോന്നിനും നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചത്.
ഇന്നത്തെ ഈ സ്വർണ്ണ വിശേഷങ്ങളും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. സോ അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.